ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാനി 1 എപ്പിസോഡ് 2. അപ്പോൾ നമ്മൾക്ക് പ്ലേ കൊടുത്തിട്ട് നമ്മൾ പ്രൈവസിയിലിട്ട് ഗ്രാനി കളിച്ച് 8 കാലിയുടെ അവിടുത്തെ പോയി നമ്മൾ 8 കാലിയുടെ 5 കാലി മേടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി ഈ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം സബ്സ്ക്രൈബ് അത്രേ ഉള്ളൂ. നമുക്ക് കളിയിലിടാം. നമ്മൾ പ്രൈവസിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പ്രൈവസിയിൽ നിന്ന് നമ്മൾ മ്യൂസിക് വേണ്ട, ഗ്രാനിയില്ല, നമ്മൾ പ്രൈവസി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം, നേരെ കളിയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ വിളിയൊക്കെ കമൻറ്റും ചെയ്തിട്ടില്ല. കമൻറ്റ് ചെയ്തു, ഒരാളും കണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല. ഇത് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗൈസ്, നമുക്ക് ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് കൂടുതലാവണം. നമുക്കൊന്ന് മുമ്പിലേക്ക് കയറണം. നമ്മൾ കട്ടല്ല അങ്ങനെ എണിച്ചു. ഗ്രാനിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആദ്യം ഗ്രാനി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ ഗൈസ്. ഇതേ ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, എടുത്തിട്ട് പോവാം. നമുക്ക് ബുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഗ്രാനി ഉള്ളതെന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരുപാട് കഷ്ടപ്പെട്ടിടാം. അപ്പോൾ നിങ്ങളൊരു ലൈക്കും കാര്യം ചെയ്യണം. ഞാനിത് നമ്മൾ കുറേ ആയിട്ട് ലൈക്ക് ചോദിച്ചിട്ട് ആരും തന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെ ലൈക്ക് ചോദിക്കാറുണ്ട്, പക്ഷെ ചില ടൈമിങ്ങിൽ പണ്ടാരം മറന്നു. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കാൻ ഞാൻ മറന്നു പോയാലും, നിങ്ങൾ ഈ ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രാനിനെ പേടിക്കാണ്ടിരിക്കാൻ പറ്റുകയില്ല. ഗ്രാനിനെ പേടിയുണ്ടെങ്കിൽ മാത്രമേ ഈ ഗെയിം കളിച്ചിട്ട് കാര്യമുള്ളൂ. അതിൻ്റെ ഒരു ത്രില്ല് കിട്ടണമെങ്കിൽ ഈ ഗെയിം കളിച്ചിട്ട് ഗ്രാനിനെ പേടിക്കണം. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു ത്രില്ല് കിട്ടാനുള്ള ഒറ്റൊരു കാരണം. അപ്പോൾ നമുക്ക് ഈ വാതിലൊന്നും പൂട്ടാൻ പറ്റില്ല. ഇതടയ്ക്കാൻ പറ്റുമോ നമുക്ക് നോക്കട്ടെ. ടെഡി ബിയറിന് എടുത്തു. ഇതൊന്നും അടയ്ക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല, നമുക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നേരെ പോവാം. നല്ല ഗെയിമാണെങ്കിലും പക്ഷേ നമുക്ക് ഇതിനകത്ത് ഗ്രാനിനെ പേടിയുള്ള മാത്രമേ ഇതിൻ്റെ ത്രില്ല് ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ നടക്കൂല ത്രില്ലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. നമുക്ക് പോയി ഇതവിടെ വെപ്പൺ ഇരിക്കുന്നുണ്ട്, പക്ഷെ വെപ്പൺ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിനകത്ത് ചില കാര്യങ്ങൾ ഉപകാരമില്ല പ്രൈവസിയിൽ കളിക്കുമ്പോൾ. അതെന്നാന്ന് വെച്ചാൽ പാർട്ട് ഓഫ് ഷോട്ട് ഗൺ, പിന്നെ ആവശ്യമില്ലാത്തത് മറ്റേ സൂചി, പിന്നെ മറ്റേ ഗ്രാനിനൊക്കെ ഐസാക്കണ പോലത്തെ സാധനം. എന്നാലേ അതൊന്നും നമുക്ക് പ്രൈവസിയിലിട്ട് കളിക്കുമ്പോൾ ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി നമുക്ക് സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ടാവും, നോക്കിയിട്ട് വരാം. സ്പൈഡർ കീ ഉണ്ടാവാനായിരിക്കും സാധ്യത കൂടുതൽ. നമുക്ക് സ്പൈഡർ കീയുടെ അത്യാവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ സ്പൈഡർ കീ പോയി എടുത്തിട്ട് വരാം. നമുക്ക് സ്പൈഡർ കീ നമുക്ക് എടുത്തോട്ട് വരാം. ഓടിപ്പോയി സ്പൈഡർ കീ എടുക്കാം. ബുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കിനി സ്പൈഡർ കീ എടുക്കാൻ മാത്രം മതി. നമ്മളിത് അവിടുത്തെ വാതിൽ തുറക്കട്ടെ, എന്നാലേ നമുക്ക് സ്പൈഡർ കീ എടുക്കാൻ പറ്റുള്ളൂ. തുറന്നാ എന്തോ ഒരു കിണി എന്തോ എന്നായിരുന്നു പറയാൻ പറ്റുന്നല്ലോ. മറ്റേ സാധനം എന്തായിരുന്നത്, വായിക്കാത്ത കിട്ടുള്ള മറ്റേ കീ അത് ചാടിയതിൻ്റെ ശബ്ദം പോലെയായിരുന്നു ആങ്കർ ചാടിയപ്പോൾ, മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ കളിക്കണം. ഇത് കളിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് കളിച്ചിട്ട് ഇത് ആ വാതിൽ തുറന്നിട്ടുണ്ട്. ഏകദേശം നമ്മളെത്തിയിട്ടുണ്ട്. ഈ ബുക്ക് വെക്കാം. എന്നെ എന്തിനാടാ നിലത്തി അടിച്ച പാട്ടേ. ഇതിവിടെ ഫോട്ടോ ഒക്കെ ഓടിച്ചിട്ടുണ്ട്. എന്നെ അറിയാൻ പാടില്ല. പോയിട്ട് വരാം. നമുക്ക് പോയി ഇപ്പോൾ നമുക്ക് ആ പാവ എടുത്തിട്ട് വരാം. ഗൈസ്, എന്നാന്ന് വെച്ചാൽ പാവ എടുത്തിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. എന്നതത് കാർക്കി തന്നെ ഉപകാരമില്ലാത്ത സാധനമാണ്. കാറിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ, ക്രൗബാർ, ചുറ്റിക, അങ്ങനത്തെ എന്തെങ്കിലും കാണാൻ സാധ്യത ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മൾ സ്പൈഡറിൻ്റെ അടുത്ത് പോകാനായിരിക്കും. എടാ, എനിക്കറിയാൻ പാടില്ലടാ സ്പൈഡർ എന്നതാന്ന്. എന്നെ സ്പൈഡറാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. കുറേ പേര് പറഞ്ഞു അതിൻ്റെ താഴെ സ്പൈഡറുണ്ട്. അപ്പം മറ്റേ ചെറിയ 8 കാലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേതാ മുറി? ഇതാണ് ഇനി സ്പൈഡറിൻ്റെ മുറി. എനിക്കറിയാൻ പാടില്ല, ഇതായിരിക്കില്ല. എന്നാന്ന് വെച്ചാൽ ഇത് സ്പൈഡറിൻ്റെ മുറിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വൃത്തി ഉണ്ടാവുക ഗൈസ്. 8 കാലി വലയൊക്കെ വേണ്ടേ? അതിനകത്ത് ഒരൊറ്റ 8 കാലി വല വീഴില്ല.
അപ്പോൾ ഈ സ്പൈഡറിൻ്റെ മുറിയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പോയിട്ട് ഇനി നമുക്ക് ടെഡി ബിയർ എടുത്താലോ? അല്ല, നമുക്ക് കോയി മറ്റേ കീ ആടിയിട്ടുണ്ടാവും. ഇപ്പം കീ അവിടെ ചാടിയിട്ടുണ്ടാവും. നമുക്ക് ഓടിപ്പോയി എടുത്തിട്ട് വരാം. ഉണ്ടാവുമോ എന്ന് ചാടുന്ന ശബ്ദം കേട്ടു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ. ഉണ്ട് ഓടിപ്പോയി എടുത്തിട്ട് വരാം. വാ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ കീ എവിടെ കൊണ്ട് വെക്കണേ? ഞാൻ എവിടെയോ ഇത് ഓഫ് ക്യാമറ കളിച്ചപ്പോൾ ഐ നീഡ് എ സ്പൈഡർ കീ എന്നും പറഞ്ഞു തന്നായിരുന്നു. നോക്കട്ടെ ഗൈസ്, അത് എവിടെയും കണ്ടോ? താഴെയാണോ മുകളിലാണോ ഇനി ഇവിടെ വല്ലതാണോ? അല്ലല്ലോ, അല്ല ഇവിടെ അല്ല. താഴത്തേക്ക് അങ്ങനെ നമ്മൾ ഇറങ്ങണം ഗൈസ്. ഇപ്പോഴാണ് നമ്മൾ താഴത്തേക്കൊന്ന് ഇറങ്ങണേ. ഇവിടെയാണോ? അല്ല, പിന്നെ എവിടെയാ? ഇവിടെ പിന്നെ ഇവിടെ ആയിരിക്കും ഗൈസ് എനിക്ക് തോന്നണേ. ഇവിടെ തന്നെ. തുറന്നു. അയ്യോ, ചത്തില്ല ഭാഗ്യത്തിന്. ഇത് സ്പൈഡറിൻ്റെ സ്ഥലമാവോ? എനിക്കറിയാൻ ഗൈസ്, ഇതല്ലായിരിക്കും സ്പൈഡറിൻ്റെ. അതിനകത്ത് വേറെ കുറേ എസ്കേപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല സ്പൈഡറിൻ്റെ എസ്കേപ്പ്. അപ്പോൾ ഇത് സ്പൈഡറിൻ്റെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ സ്പൈഡർക്ക്. ഇതാണോ? കടിക്കൂലല്ലേ? നമ്മളതിനെ ഉപദ്രവിച്ചാലേ. അയ്യോ, പേടിച്ചു പോയിട്ടോ. ഇവിടെ എന്നാ? ദേ പുറത്തു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഹായ്, നമുക്ക് പുറത്തു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ എന്തായിരിക്കും? അമ്മേ, അതാരാ പോയേ? അതാണോടാ നിങ്ങൾ പറഞ്ഞ സ്പൈഡർ? അത് നടക്കണതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ അതെവിടെയാന്ന്. എന്നതാന്നാലും അല്ലേ ഇത് നടക്കണ നല്ലതായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. അടുത്തിരിക്കണ പോലെയാണ് എനിക്ക് തോന്നണത്. നല്ലോണം ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എവിടെയാ അതെന്നാലും? അതെവിടെയാണ്? ഇവിടെയാണത്? അത് കണ്ടു അതെന്നത്? സ്പൈഡർ മറ്റേ ചൂച്ചു ചാൾസൊക്കെ ഇട്ടുകാലേ ആവൂലേ, അതുപോലെ ഉണ്ട് കേട്ടോ. ഇത് പൊന്നി, ഇത് കടിച്ചതന്നെ ഇവിടെ ചാകുമോ? നമ്മൾ സ്പൈഡർമാനാണെങ്കിൽ നമ്മൾ ഗ്രാനീനല്ല ഈ സ്പൈഡറിനെ പറന്നു പോയി നമ്മൾ ഭിത്തിയുടെ മുകളിൽ കൂടെ പോകും. അതാണ് ഈ സ്പൈഡറിനെ കയറി വരാൻ പറ്റില്ലല്ലോ. അയ്യോ, സ്പൈഡറല്ലേ, സോറി. നമുക്കൊന്ന് പുറത്തേക്ക് ചാടണം. ഇങ്ങോട്ട് ചാടിയിട്ട് മതി ഗൈസ് ബാക്കി കാര്യങ്ങൾ. ഇങ്ങോട്ടാദ്യം ചാടണം. നമ്മുടെ കാറിൻ്റെ സ്ഥലമായിട്ട് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാദ്യം ചാടിയിട്ട് വേണം മറ്റേ അങ്ങോട്ട് പോകാൻ. ഇത് അണ്ടർഗ്രൗണ്ട് ആട്ടോ ഗൈസ്. ഇത് ഗ്രാനിയുടെ വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് ആട്ടോ ഇത്. ആയിരിക്കും. അല്ലാണ്ട് പിന്നെ എന്നാ ആവാനാ? ഇപ്പോൾ ഉണ്ടാവുമോ? ഇവിടെ ഉണ്ടാവുമോ ഗൈസ്? ഉണ്ടാവുമോ? നിങ്ങൾ പറയാം. ഉണ്ടാവുമോ? ആ മ്യൂസിക്കൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ മ്യൂസിക് വേറെ കേട്ടോ ഗൈസ്. എന്നാന്ന് എനിക്ക് മനസ്സിലാത്തത്. സ്പൈഡർ പോലെയൊക്കെ കിടക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ പാടില്ല ഗൈസ്. എന്നാന്നറിയാൻ ഒരു പണിയും ഇല്ലാണ്ട് വന്നേക്കുമോ നമ്മളെ പിടിക്കാൻ. നമുക്ക് ആ ടെഡി ബിയർ എടുത്തുകൊണ്ടുവരാം. എന്നിട്ട് എന്നാ ചെയ്യേണ്ടത് അറിയോ? ടെഡി ബിയറിനെ എടുത്തിട്ട് സ്പൈഡറിന് തിന്നായിട്ട് കൊടുക്കാം ഗൈസ്. ടെഡി ബിയറിനെ എടുത്തിട്ട് ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ ഒറ്റ വിശ്വാസം കൊണ്ട് ഞാൻ എടുത്ത് ചാടുന്നു. ചാകുമോ? എനിക്കറിയുമ്പോളാ ചത്താ പണിയാകും, അത്രയുള്ളൂ. ചാകും പറയാൻ പാടില്ല ഗൈസ്. നമ്മുടെ ഗ്രാനി അത് സ്പൈഡർ അല്ല കേട്ടോ ഗൈസ്. അത് ഗ്രാനി അത് തന്നെ പോയിട്ടുണ്ട്. സ്പൈഡർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായിരിക്കും ഗൈസ് ഗ്രാനി സ്പൈഡർ. ഇത് ഗ്രാനിയുടെ മകൾ എന്നൊക്കെ എൻ്റെ കൂട്ടുകാരൻ ചുമ്മാ തള്ളിയിട്ടുണ്ട്. മറ്റേ PVC ബോയ് എന്നോട് പറഞ്ഞ് കുറേ തള്ള് അടിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്ന് പോയി ടെഡി ബിയർ എടുത്തിട്ട് ബാക്കി ഇനി തള്ളി കൂടുതൽ സ്പൈഡറിനെ തള്ളി വിട്ട് നമ്മളെ കടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓടിപ്പോയി സ്പൈഡർക്ക് കിട്ടി. ഇത് നന്നായി. ആദ്യമായിട്ട് ഇവിടേക്ക് എത്തണേ. എന്നെ കടിക്കുമോ? ഇല്ല. ഇതാ സ്പൈഡർ കടിക്കുമോ? നമുക്ക് ഈ കാറിൻ്റെ അയിനയുടെ കാർ കീ. ഒന്നുമില്ല വണ്ടിക്കകത്ത്.
വണ്ടി എന്തിനു വെച്ചേക്കണ വണ്ടിക്ക് ഒരു വണ്ടിയുമില്ല. ഒരു വണ്ടിയുമില്ല. ഓ, എന്ത് വണ്ടി ഇത്? ദേ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾക്ക് അവിടെ പോകണം. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും സാധ്യത കൂടുതലാട്ടോ ഗൈസ്. ഓ, വാതിൽ എന്നെയും കൊണ്ട് പോയി. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ചാകുമോ ഗൈസ്? ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ചാകാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ചാകുമോ? വാലെടുക്കട്ടെ. നമ്മൾ ചാകുമോ എന്ന് അറിയണ്ടേ. നമ്മൾ ചാകുമോ? നമ്മളിവിടെ ഇരിക്കണ്ട്. അയ്യോ, ഞാൻ ചാകാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ചാകാൻ ഒരിക്കലും പറ്റില്ല ഇതിൻ്റെ മുമ്പിൽ. ഇതെന്നാ ഗൈസ് ചാകാത്തെ? ഗ്രാനിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ട. ഈ ഗ്രാനി ഇത് പൊട്ടനാട്ടോ, വെറും പൊട്ടി. പൊട്ടനും പൊട്ടിയും മാത്രമേ ഇവിടെ ഉള്ളൂ. എന്താല്ലേ ഗ്രാനിയുടെ സ്വയം വീട്ടിൽ തന്നെ ഇങ്ങനെ പോയി ചെയ്തു വെച്ചേക്കുക. പിന്നെ എങ്ങനെ പറയാനാ ഗൈസ്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അറിയാൻ പാടില്ല. നമ്മളെടുത്തു പാവേനെ കൊണ്ട് ഗിളിൽ പോണം. പോയിട്ട് സ്പൈഡറിൻ്റെ അടുത്ത് പോണം. എന്നിട്ട് കൈകൊണ്ട് ചാകണം. സ്വന്തം കയ്യിരിപ്പ് തീരില്ല. നമ്മളെ കൊല്ലാനായി സ്പൈഡറിൻ്റെ അലർച്ച കേൾക്കാം. സ്പൈഡറിൻ്റെ അലർച്ച നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി സ്പൈഡറിൻ്റെ കൈ കൊണ്ട് ചാകണം. ഇത്രയുള്ളൂ. പാട്ട് പൊളിയാണോ? നമ്മുടെ പാട്ടാണ്. സ്പൈഡർ അലറുണ്ട് ഇങ്ങോട്ട് ചാടിയപ്പോൾ തന്നെ. അലറുന്നു കേട്ടോ. അലറുണ്ട്, നന്നായിട്ട് അലറുണ്ട്. അലറി ഇനി തൊണ്ട കറി ഇഞ്ഞാവിനെ പോലെ ആയിക്കോളും. ഇനിയും നിന്റെ തൊണ്ടയിൽ ഒച്ചയും കളയൂടാ. സ്പൈഡറെ കാറ്. പാടാ ധൈര്യമുള്ളവനാണ്. പാടാ നീ. നമ്മൾ മറ്റേ പാവേനെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വരുമെന്ന് അറിയാൻ പാടില്ല. പാവ നമുക്ക് എടുക്കാം ഗൈസ്. പാവേനെ നമ്മൾ എടുത്തു. എടുത്തു. ചുമന്ന കണ്ണാ? ചുമന്നതാ? അതിനങ്ങനെ ചുമന്ന കണ്ണോ? എനിക്ക് പേടിയാണ്ട് ഗൈസ്. ഇതിൻ്റെ വാ പൊളഞ്ഞിരിക്കണില്ലേ? ഇത് പൊന്നേ കടിക്കൂ. അമ്മ, അയ്യോ വേണ്ട പ്ലീസ്, കൊല്ലല്ലേ. വെറുതെ പോയി അടി മേടിച്ച് കൂട്ടി. ആ പാവ കളഞ്ഞിട്ട് കുറച്ചേരം കാറിൽ നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. വെറുതെ പോയി അടി മേടിച്ച് കൂട്ടി. വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ കാണുന്ന വരെ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റ, ബൈ.